എന്താ പ്രധാനം? അവിടെ നല്ല സുന്ദരികളായ പെൺകുട്ടികളാണ് പ്രധാനം. അവളുടെ മുഞ്ചുണ്ടല്ലോ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അച്ഛനെ നോക്കി വന്നപ്പോഴാണ് ഗായ്സ് ദാ ഈ ഒരു കാഴ്ച കാണുന്നത്. ഇതാരീ കുളിക്കണേ? എന്താ വന്ന് മിണ്ടാനെ? എന്തിനു പേടിക്കണേ? ഞാനിവിടെ എന്റെ വീട് ഇവിടെ പയ്യന്നൂരാ, ഹസ്ബൻഡിന്റെ വീട്. എന്തൊക്കെയാ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ അവർ ലൈഫ് അറ്റ് പയ്യന്നൂർ ഗൈസ്. അതേ നമ്മൾ പയ്യന്നൂർ വീട്ടിലാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ വയനാട്ടിലെ ഹെച്ച് ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു. നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് ആളായിട്ടോ. നമ്മൾ പൊതുവേ വീട്ടിൽ വരുന്നത് എന്ന് പറയുന്നത് ഒരു റിലാക്സേഷൻ ടൈം ആയിട്ട്, അതായത് നമ്മൾ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പയ്യന്നൂർ വരാറ്. അതുപോലെ വെറുതെ ചുമ്മാ ഒന്നും ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ കൂടെ നമ്മുടെ കസിനുണ്ട് കേട്ടോ, ഋതിയുണ്ട്, ചിറ്റയുടെ മോനോടെ ഉണ്ട്. അപ്പോൾ അവൻ ക്യാമ്പ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് പോന്നു. അപ്പൊ അവനും ഉണ്ട് കേസ്. അപ്പം നമുക്ക് പോയിട്ട് ചായ കുടിക്കാം. പിന്നെ റൂമിലത്തെ അവസ്ഥയൊക്കെ ഭയങ്കര ശോചനീയമാണ്. കാരണം നമ്മൾ ഇങ്ങനെ ഇടക്കിടക്കാണല്ലോ വരുന്നത്. വന്നു കഴിഞ്ഞാൽ 3-4 ദിവസം നിൽക്കുള്ളൂ. അപ്പോൾ ആ ദിവസം വൃത്തിയാക്കും, പിന്നെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അതങ്ങോട്ട് കഴിയും. ആ 3 ദിവസം കഴിയും, പിന്നെ തിരിച്ചു പോയിട്ട് വരും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ജീവിതം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പോയി ചായ കുടിക്കാം. കമോൺ. അപ്പം ഗൈസ് നമ്മൾ ഇത് കഴിക്കാൻ പോവാണ്, പൂരി ആൻഡ് ബാജി. അങ്ങനെ അളിയന്മാർ കഴിക്കുകയാണ്. എന്തത്? മിച്ചറും പഴവും. മിച്ചറും പഴവും. ആരെങ്കിലും ഉണ്ടോ ഗൈസ് ഇതുപോലെ മിച്ചറും പഴവേ? ഈ പുട്ടും മിച്ചറും കഴിക്കണേ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തെന്നാ മിച്ചറും പഴവേ? എന്താ പരിപാടി ഇന്ന്? റെസ്റ്റ്. ഞാൻ പറഞ്ഞു നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നേ എന്നുള്ളത്. പക്ഷെ ആക്ച്വലി എനിക്ക് 2 ക്യാമ്പയിൻ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. എനിക്ക് നമ്മുടെ ആലപ്പുഴ ജുംഖാന എന്ന് പറഞ്ഞ മൂവിയുടെ പ്രൊമോഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു പേരിനെ തപ്പി നടക്കാണ്. അപ്പോൾ നസ്ലിന്റെ ഒരു മോഹസാദൃശ്യം ഏകദേശം ഈ കൊരകനുള്ളത് കൊണ്ട് എന്ന് നീ ഒരുപാട് നെസ്ലിന്റെ പ്രായം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ രാമൂട്ട? അതെ, നെസ്ലിൻ ഒരു 10-25 വയസ്സൊക്കെ ആണെങ്കിൽ രാമൂട്ടനെ ചൂസ് ചെയ്യായിരുന്നു. പക്ഷെ നെസ്ലിൻ പിന്നെ ആണോ? ഓക്കെ. അപ്പോഴെപ്പോഴും ഞാൻ തന്നെയാണ് കേട്ടോ ഹീറോയിൻ. വളരെ. അപ്പോൾ ഇന്ന് വരെ നമ്മൾ നെസ്ലിനാക്കുന്നു, എന്നിട്ട് നമ്മളൊന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യും. നിന്റെ നെസ്ലിനാക്കാനാ വീട്ടിലേക്ക് കൊണ്ടുവന്നത് പ്രമോഷൻ തീർക്കും. ആടാ ആ സന്തോഷിക്കാൻ കേട്ടോ. നീ അറിഞ്ഞിട്ടാണ് അഭിനയിക്കുന്നത്, അതുപോലെ തന്നെ അളിയനെ അറിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്യാൻ പോണത്. അത്രേ ഉള്ളൂ. നീ ഒന്ന് വെച്ചു കൊടുത്താൽ മതി. ചെയ്യണതിന് മുന്നേ എന്താ സംഭവം എന്ന് രാമു ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. യെസ്, നമ്മളൊരു ബോട്ട് പരിപാടി വേണം രാമുട്ടാ, സെറ്റാക്കാം. അപ്പൊ ഗൈസ് ദാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് വന്നു. റൂമിന്റെ അവസ്ഥ വൻ ശോചനീയമാണ് കേട്ടോ, ആരും കാര്യമാക്കണ്ട. കാരണം ഇന്നലെ വന്ന് രാത്രിയാണല്ലോ വന്നത്. പിന്നെ ബാഗ്സ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഡ്രസ്സസൊക്കെ കുറച്ച് വാഷ് ചെയ്യാനുണ്ട്. വാഷൊക്കെ ചെയ്തിട്ട് ഇനി റൂം ഒന്ന് ക്ലീനൊക്കെ ആക്കണം. കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെ രാമൂടി ഇട്ടിട്ടൊക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പം കുറച്ചു നേരമായിട്ട് ആളെ കാണുന്നില്ല. അപ്പം ഞാനിവിടെ റൂമിലേക്ക് വന്നപ്പോഴും രാമോട്ട് ഷൂട്ടിൻ്റെ കാര്യമൊന്നും പറയണില്ല. അപ്പം താഴത്തുനിന്ന് കുറച്ച് ബഹളം കേൾക്കുന്നുണ്ട്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കമോ. ഈ വൃത്തികെട്ട ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അതാ നിക്കി, ഋതി, രാമൂട്ടൻ, അച്ഛയും കിടക്കുന്നുണ്ട്. ഹലോ രാമൂട്ടാ, രാമൂട്ടാ. ഇതാ വീട്ടിലെ ബീൻ ബാഗ്. ഇതാണ് ഇവിടത്തെ ബീൻ ബാഗ്. ഇത് ഞാൻ കൊണ്ട് മാറ്റി വെച്ചതാണല്ലോ. നിക്കി, നീയും കൂടി അവരുടെ കൂടെ. ആ മൈൻഡ് ആക്കണം.
എനിക്ക് തോന്നുന്നില്ല ഇനി ഇന്നത്തെ ഷൂട്ട് നടക്കുമെന്നുള്ളത്. ആ ക്യാമറമാനെ വിളിച്ചിട്ടിട്ടുണ്ട്, അവനെയും കൊണ്ടാണ് എനിക്കിത് ചെയ്യിക്കേണ്ടത് മെയിനായിട്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാനാ, നമുക്ക് വീട്ടുപണി ചെയ്യാം അല്ലേ. അപ്പൊ നമുക്ക് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാം. റൂമൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇന്ന് ശരിക്കും എനിക്ക് വേറൊരു സാരി കൊടുത്തിട്ടൊരു എസ്തറ്റിക് വീഡിയോ ചെയ്യാനുണ്ട്, ഗെറ്റ് റെഡി പോലെ. അത് നീരജ് മാധവന്റെ പുതിയൊരു സോങ്ങിൻ്റെ. അപ്പം അതിൻ്റെ എന്തായാലും ചെയ്യാനുണ്ട്. അത് വീട്ടിൽ ഇരുന്ന് ചെയ്യാന്നേ ഉള്ളൂ. അപ്പം എന്നാൽ അത് ചെയ്യാം. ബാഗ് ഇതാ ഒരു സ്ഥലത്ത്. ഇതാ രാമൂട്ടിന് എപ്പോഴും കൊണ്ടുവച്ച, ലാസ്റ്റ് ടൈം വന്നപ്പോൾ കൊണ്ടുവച്ച സ്പീക്കറും കാര്യങ്ങളാണ്. ഇത് ഒന്ന് ശരിയാക്കണം. ഡ്രസ്സിങ് ടേബിൾ അത് ഇങ്ങനെ ആയിരിക്കുമല്ലോ, പക്ഷെ ഇതിൽ കുറച്ച് വേണ്ടാത്തതൊക്കെ ആയിട്ടുള്ള സാധനങ്ങളുണ്ടാവും, മാറ്റണം. ഇത് ക്യാബിന് പോയപ്പോൾ കുറച്ച് തിങ്സ് നമ്മുടെ ഇച്ചുവിൻ്റെ ആണ് കേട്ടോ. ചില കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം. ആ സാധനങ്ങളൊക്കെ വാർഡ്രോബിൻ്റെ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഞാനൊന്നും ചെയ്യുന്നില്ല ക്ലീനിങ്. ഞാനില്ലേ ഈ ഇവിടെ ഇത് ക്ലീൻ ചെയ്തു, അലമാരി അടുക്കി പെറുക്കി വെച്ച്. ഇനി അടിച്ചു വാരണമെങ്കിൽ ഈ സ്പീക്കർ മാറ്റണം. ഈ ചെറിയൊരു സ്പീക്കർ വള്ളിക്കെട്ട് എന്താണ് നോക്ക് ഗൈസ്, ഇത്രയും വള്ളിക്കെട്ട്. ആ വള്ളിക്കെട്ടിന് കൂടെ ഇവിടെ ഒരു വേസ്റ്റ് ഉരിയും. നീ എന്നാ ഇവിടെ കയറി കിടക്കാളി, എൻ്റെ കൂടെ കിടക്കാം. അപ്പൊ എനിക്ക് അടിച്ചു വരാനോ. അപ്പൊ ഗൈസ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം, അതാണ് നല്ലത്. സോ ഗൈസ് ഞാൻ എന്താ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അമ്മയുടെ ഒരു സാരിയാണ് കേട്ടോ ഇത്. ഇതെനിക്ക് ബ്ലൗസൊക്കെ നല്ല ലൂസാണ് കേട്ടാ. ഇവിടെയൊക്കെ കുറേ ഉണ്ട്, പിന്നെ പിന്നൊക്കെ കുത്തി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പിന്നാണ്, അകത്തൊക്കെ പിന്നാണ്. എപ്പോൾ പിന്നു കുത്തി കയറുമെന്ന് അറിയില്ല. പക്ഷെ ഡാൻസ് അല്ല, ഇങ്ങനെ ജസ്റ്റ് അങ്ങോട്ട് കിട്ടുന്നെടുക്കുക, നമ്മളൊരു ഗെറ്റ് റെഡി വീഡിയോ അങ്ങനത്തെ ഒരു ക്യാമ്പയിനാണ് സോങ്ങിന് ചെയ്യാനുള്ളത്. അപ്പോൾ പിന്നുകളൊന്നും കുത്തിക്കയറില്ല. അപ്പോൾ ലൈറ്റ് ഏകദേശം പോകാറായിട്ടുണ്ട്. കാരണം 4 മണി ആകുമ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് ഉള്ള ലൈറ്റ് ഇത്തിരി കുറവ്. ഇൻഡോർ ഷൂട്ട് തന്നെയാണ്. അപ്പം ഞാൻ വേഗം ഷൂട്ട് ചെയ്തു ഗൈസ്, കാണാം. അപ്പോൾ ഗൈസ് ഷൂട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഹൃതി തന്നെയാണ് കേട്ടോ വീഡിയോസ് എടുത്ത് തന്നത്. വീഡിയോസ് ഫോട്ടോയും 2-3 എടുത്തു. കുറച്ച് ഷോർട്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഒരു വിറ്റ് ഷോട്ട് ഉണ്ട്. ഇതായത് നമ്മുടെ സാരി മര്യാദ കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് കാണിച്ചു തരാം. ആഹാ, താഴേക്ക് നോക്കൂ. റബ്ബർ ചെരുപ്പും ഓറഞ്ച് പാവാടയും എല്ലാം കാണുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇനി എന്തായാലും മറ്റേ ഷൂട്ട് എന്തായാലും നടക്കത്തില്ലാത്തത് കൊണ്ട് നമുക്ക് സാരിയൊക്കെ ഊരി വെച്ച് രാമൂട്ടൻ പറഞ്ഞു ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന്. അപ്പോൾ നമുക്ക് ഇനി സാരിയൊക്കെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ, അവൻ ആക്ച്വലി ഇവിടെ ഒന്നും വന്നിട്ടില്ല. അവൻ ആകെ ഋതി വന്നേക്കുന്നത് എൻ്റെ അതെ കല്യാണത്തിന് എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടാക്കുമല്ലോ, ആ ഒരു സമയത്താണ് അവൻ വന്നേക്കുന്നത്. അല്ലാതെ അവൻ വന്നിട്ടില്ല. അപ്പോൾ അവനൊന്ന് നാട് കാണിക്കാമെന്ന് വിചാരിച്ചാൽ. പയ്യന്നൂര് കുറേ സംഭവങ്ങളുണ്ടെന്നല്ലേ രാമൂട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പയ്യന്നൂർ എന്തൊക്കെയുണ്ടെന്ന് അവന് കാണിച്ചു കൊടുക്കാൻ പോകണേ. രാമൂട്ടനാണ് ഫുൾ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നിങ്ങളും വരോ, പുറത്തു പോയിട്ട് വരാം. അപ്പൊ ഗൈസ് നമ്മുടെ വീട് വൃത്തിയാക്കലൊക്കെ ഒന്നും അങ്ങോട്ട് സക്സസ് ആവാത്തത് കൊണ്ട് നമ്മൾ വേഗം തന്നെ റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. കാരണം നമുക്ക് ഷൂട്ട് ചെയ്യണം. അപ്പൊ ഞാൻ യൂണിഫോമാണ് ഇന്നത്തെ എന്റെ കോസ്റ്റ്യൂം. ബാക്കി ഇരിക്കുന്നത് നസ്ലിനാണ്, ഇത് ഋതി അല്ല നസ്ലിനാണ്. അപ്പൊ നമ്മള് ആലപ്പുഴ ചിക്കാനയുടെ റീക്രിയേഷൻ ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോ ആ ഒരു ക്യാമ്പയിൻ എനിക്കിത് ചെയ്യുന്നതുകൊണ്ട് നമ്മള് മെയിൻ ആയിട്ട് അതിലൊരു ഫസ്റ്റ് സോങ് എല്ലാവരും കണ്ടിട്ടുണ്ടോ അറിയില്ല. അപ്പൊ അതിന്റെ ഫസ്റ്റ് പോർഷൻ നമുക്ക് ബോട്ടിലാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളൊരു ബോട്ട് തപ്പി ഇറങ്ങിയതാണ്. നീ എന്തിനാ കുട്ടി ആദ്യം പറ, LKG പഠിക്കുന്ന ഞാൻ 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ആക്ച്വലി ഈ യൂണിഫോമിന്റെ ഉടമസ്ഥ ആരാധ്യ, താങ്ക് യു സോ മച്ച്. ആരാധ്യ ആക്ച്വലി 7th പഠിക്കുന്നത്. പക്ഷെ എനിക്ക് 7th പഠിക്കുന്ന കുട്ടിയുടെ കുപ്പായ കേറി കാണിച്ച് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഗൈസ് നമുക്കിത് ഉഷേളേമയാണ് ഈ ഒരു യൂണിഫോം സെറ്റ് ചെയ്ത് തന്നത്. ഉഷേളേമ ആക്ച്വലി ടീച്ചറാണ്. അൽഫോൻസസ് അൽഫോൻസ് സ്കൂളാണല്ലേ, സെന്റ് അൽഫോൻസ എന്താ പേര്? അതല്ലേ നിന്റെ ബാക്കി ഇരിക്കുന്നേ, പറഞ്ഞോ? അറിയില്ല, ഞാൻ സ്കൂളിൽ പോവാറില്ല. ഞാൻ യൂണിഫോം ഇട്ട് ഇങ്ങനെ രാവിലെ ഇറങ്ങും.
അപ്പം ആ സ്കൂള് സെന്റ് അൽഫോൺസ് സ്കൂൾ. ഓക്കെ, എവിടെയാണ് സ്ഥലം? എടാട്ട്. എടാട്ടിലെ അൽഫോൺസ് സ്കൂളിലെ ആരാധ്യയോട് ഫ്രണ്ട് രാമോട്ടൻ എന്ന് ആരെങ്കിലും തല്ലോന്ന് എനിക്കറിയില്ല. ഈ ഇച്ചിരില്ലാത്ത കുട്ടീനെ പിടിച്ചോണ്ട് ആരാണ് ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നത്? ഇവനാണ് ഇന്നത്തെ എന്റെ പേര്, അതുകൊണ്ട് ഇന്ന് ഇവനാണ് അടി. എനിക്കറിയാൻ പാടില്ല സാറന്മാരെ, ഇവന്മാരാരൊക്കെയാണെന്ന് ഞാൻ പറയുള്ളൂ. ഞാനും പറയും എനിക്കറിയാൻ പാടില്ല. ഈ ചേട്ടന്മാരോട് പറഞ്ഞു ഷോർട്ട് ഫിലിം അഭിനയിക്കണം. അഭിനയിക്കാന്ന് വിളിച്ച സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നാണ് ഞാൻ പറഞ്ഞാണ് എക്സാം അഭിനയമാണെങ്കിൽ അടി എനിക്ക് അടി അടിയെന്നടിയാൻ വാങ്ങിച്ചു കൊടുക്കും. അതൊക്കെ കഴിഞ്ഞ അടി വാങ്ങിച്ചു കൊടുക്കാം. അപ്പൊ ഗൈസ് നമ്മൾ അടി കിട്ടിയില്ലെങ്കിൽ കാണാം. എന്റെ ഭർത്താവാന്ന് പറയും. ചെറിയ കൊച്ചിന്റെ ഭർത്താവാണോ ആദ്യത്തെ? അപ്പൊ ഗൈസ് നമുക്ക് മാട്ടൂൽ പോവാം. അവിടെ പോയി ബോട്ട് സർവീസ് എടുത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാം ഗൈസ്. കം ഓൺ. അപ്പൊ ഗൈസ് നമ്മൾ ദാ മാട്ടൂൽ സൗത്ത് ബോട്ട് ടെർമിനലിലെത്തി. അപ്പൊ നമുക്ക് വേഗം തന്നെ ഷൂട്ട് ചെയ്യാം. ലൈറ്റ് പോണതിന് മുന്നേ ചെയ്യാൻ വേണം, എന്താണ് ടാസ്ക്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. രാമൂട്ടൻ കയറി ക്യാമറമാൻ, അതുകൊണ്ട് കൂടുതൽ ബിഹൈൻഡ് ദ സീൻസ് എടുക്കാൻ പറ്റില്ല. എടുത്തായിരുന്നാ? കുറച്ചെടുത്തായിരുന്നു, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര എന്താ പറയുക, സപ്പോർട്ടീവായിട്ട് കോപ്പറേറ്റീവ് ആയിരുന്നു അതിലെ ആൾക്കാരാണെങ്കിലും. നിങ്ങൾ മാറി തന്നെ എടുക്കണം. ആൻഡ് നമ്മുടെ അറിയുന്നവരും ഉണ്ടായിരുന്നു. ഗൈസ്, ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പോവാണ്. എന്താ, നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സിറ്റിയിൽ പോവാണ്. സിറ്റി എന്തുവാ രാമൂട്ട? കണ്ണൂർ സിറ്റി. ഓ, അതാണ്. കണ്ണൂർ സിറ്റിയില് നമ്മുടെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത് ആബിദിന്റെ കട. അവിടെ പോയി കഴിഞ്ഞാൽ കുറെ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും, സൂപ്പറാണെന്നാ പറയണത്. ഗായ്സ്, നമ്മൾ യൂണിഫോമിന്റെ മേലെ ഈ ടീഷർട്ട് എടുത്തിട്ടുണ്ട്. ഒരു ഡ്രസ് 3 ആൾക്കാര്, കുഴപ്പമില്ല അല്ലേ? അപ്പൊ ഗൈസ്, നമ്മൾ സിറ്റി എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കം ഓൺ. ഗൈസ്, ഈ ഒരു സാധനം നല്ല വൃത്തികേടുണ്ടല്ലേ? കുഴപ്പമില്ല. പൊട്ടറ്റോ റോള്. ആ സാധനം അതാണ് പൊട്ടറ്റോ റോള്. അതോ എന്ത് സാധനം? അതാ ഇത് തന്നേ താരാമോ? എന്താ വന്ന് മിണ്ടാന്നെ? എന്തിനു പേടിക്കണ്? ഞാനിവിടെ എൻ്റെ വീട് ഇവിടെ പയ്യന്നൂരാ, ഹസ്ബൻഡിൻ്റെ വീട്. അവിടെ വന്നപ്പോ ചുമ്മാ ഇറങ്ങിയതാ. പേരെന്താ? മഞ്ജിമ. അനക്ക് കവിത. ഫുഡ് കഴിച്ചോ? ആണോ? ഇതിങ്ങനെ റോൾ ചെയ്ത് വെച്ചേക്കാ. പാലൊഴിച്ച്. ഓ, ഇതെല്ലാം ഫ്രൂട്ട്സ് ആണോ? ഇത് നോക്കിയ ഗായ്സ്, എവിടെ നോക്കിയാലും അൽഫാമിന്റെ വെറൈറ്റികൾ. ഇപ്പൊ എനിക്ക് കൂൺ ഭയങ്കര ഇഷ്ടമാണ്. കൂണല്ല, കോൺ വേണോ? ഈ ലൊട്ട എന്ന് പറയുന്ന സാധനം ഞാൻ കണ്ണൂര് വന്നിട്ടാണ് ഫസ്റ്റ് ഇതിനെ പറ്റി കേൾക്കുന്നത്. മോനെ ഉണ്ട് എന്താ ഭംഗി കാണാൻ. നമ്മളിപ്പോ എവിടെയാ കേറുക? അന്വേഷിച്ച് വന്ന കട ശരിക്കും എന്തൊക്കെയാണുള്ളത്? സ്പെഷ്യല് തിന്നാനാ കുടിക്കാനാ? കുടിക്കാൻ. എന്നാ അപ്പുറം ഒരു മിൽക്ക് സർബത്ത് എനിക്കോ. എങ്ങനെയുണ്ട് ഗായ്സ്? സത്യം പറയാലോ, എനിക്ക് ഈ ചെറിയ സ്റ്റാർട്ടേഴ്സും പിന്നെ ഇങ്ങനെ ഉപ്പിലിട്ടത് പിന്നെ ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് എനിക്ക് മടുത്തു.
ഇനി എന്തെങ്കിലും ഹെവി ആയിട്ട് വൈറ്റിലേക്ക് പോകണം. ഇതൊക്കെ വിശക്കണല്ലേ ഹെവി ആയിട്ട്. എന്തൊക്കെയാ ഗൈസ്, ഈ രാമുവിന്റെ പൊട്ട ഐഡിയ. നമ്മൾ ഇത്രയും നേരം ഫുഡ്സ് എക്സ്പ്ലോർ ചെയ്തിട്ടേ മെയിൻ കോഴ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് MRAയിലോ സീതാപാനിയിലോ പോകാം. ഗൈസ്, അങ്ങനെ നമ്മൾ അൽഫാമിൽ തന്നെ ഉറപ്പിച്ചു. ഗൈസ്, ടേസ്റ്റ് എത്ര പോരാട്ടോ അല്ലേ, പറയൂ. ഞാൻ കംപ്ലീറ്റ് ആക്കി. അത് അവന് കൊടുത്തതാ. അപ്പൊ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് കണ്ണൂർ വഴി വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഇവൻ കണ്ണൂർ കോക്ടെയിൽ കഴിച്ചിട്ടില്ല എന്ന് അറിയുന്നത് നമ്മൾ. അപ്പോൾ നമ്മൾ കണ്ണൂർ ഒരാള് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് കഴിപ്പിക്കാതെ നമ്മൾ വിടാവോ? പാടില്ല. പക്ഷെ എന്റെ വയറ്റിൽ സ്ഥലമില്ല, എന്നാലും വേണമെങ്കിൽ കുറച്ചൊന്ന് പോകും അല്ലേ. നമ്മള് കാൽടെക്സിൽ വന്നേക്കാം. കണ്ട സ്ഥലത്തിനൊക്കെ പേരൊക്കെ എനിക്ക് പറയാം. ഷീനിൽ പോയിട്ട് ഒരു ഗീ കേക്കും പിന്നെ ഗീ ബിസ്ക്കറ്റും വാങ്ങിക്കഴിഞ്ഞാൽ സമാധാനമായി. ശരിക്കും അപ്പൊ നീ കണ്ണൂർ ഫുൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഒരു കോക്ടെയിൽ തലശ്ശേരി പോയിട്ടില്ലല്ലോ. അടിപൊളിയാ. അവിടെ എന്താ പ്രധാനം? അവിടെ നല്ല സുന്ദരികളായ പെൺകുട്ടികളാണ് പ്രധാനം. അവളുടെ മുഞ്ചുണ്ടല്ലോ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ല, കാണിച്ചു തരുമോന്നോ? അതെന്ത് ചോദ്യം? അളിയന്റെ കൊറേ പോസ്റ്റുകൾ ഉണ്ട് അവിടെ. നമുക്ക് ഇങ്ങനെ തട്ടൂട്ട് വന്നാലുണ്ടല്ലോ എന്റെ സാറ് സെറ്റാ. ഇനി നാളത്തെ ട്രിപ്പിൽ നീ ഇല്ല കേട്ടോ. ഇവിടെ ഒഴിവാക്കാം. അങ്ങനെ കുറച്ച് കണ്ണൂർ കോക്ടെയിൽ ഏതാ തള്ളച്ചിന്ന് ഇത്ര വട്ടം കിട്ടിയാ? എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല. ഇവിടെ വന്ന് എന്തായാലും ട്രൈ ചെയ്യണം. നീ മാത്രം ഇവിടെ വന്നാൽ എന്തായാലും ട്രൈ ചെയ്യണം. ഇവ മാത്രമേ ട്രൈ ചെയ്യാത്തുണ്ടാവുള്ളൂ. അളിയൻ ആദ്യം കൊണ്ടൊന്നും ഇങ്ങോട്ടായിരിക്കും. അളിയൻ ആദ്യം കൊണ്ടുവന്ന സ്ഥലമൊന്നും പറയണ്ട. ഗൈസ്, അങ്ങനെ നമ്മൾ ഷീനിന്ന് കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടല്ലേ രാമുട്ട? നമ്മൾ ഗീ കേക്ക്, ഗീ ബിസ്ക്കറ്റ്, ബാദുഷ, പിന്നെ മിച്ചർ, നുറുക്ക്. രാമുട്ട ഒരു ബേക്കറി പേഴ്സൺ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓ, അത് മാത്രല്ല, കുറച്ച് ബേക്കറി തീറ്റയും കൂടുതലാണ്. അതുകൊണ്ട് എന്താ ബേക്കറി, അപ്പം ബേക്കറിയായിട്ട് അത്ര ബന്ധമുണ്ട്. വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വിശേഷം പയ്യന്നൂർ. നമുക്ക് കൊച്ചി ചെന്നിട്ട് കാണാം ഗൈസ്.